ഇപ്പൊ ലഹരിയുടെ ഒരു കാലമാണല്ലോ. അപ്പൊ ലഹരിയെ കുറിച്ച് ഒരാളുടെ ഒരു അനുഭവം മനോരമ വർത്തമാന പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ അതിനെ ഒരു കവിതാ രൂപത്തിലാക്കി അപ്പൊ അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് ചൊല്ലാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടു നോക്കും. അപ്പൊ ഞാൻ പ്രദീപ് മേച്ചേരി. കവിതയുടെ പേര് ഒരു ലഹരിയുടെ അതിജീവൻ. അപ്പൊ ഇത് ഞാൻ കുറച്ച് നീളം ഉള്ളത് കൊണ്ട് ഞാൻ നോക്കി വായിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ അത് കാണാപാഠം പഠിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. മാലോകർക്കിത് ഒരു പാഠവുമാകുമെങ്കിൽ നല്ലതെന്നോർത്തിട്ടു ഞാൻ എഴുതാൻ തുടങ്ങുന്നു. കുഞ്ഞിളം പ്രായമിവൻ, വയസ്സോ 11. കൂട്ടുകാരുണ്ടു കുറെ, പഠിപ്പോ നിർത്തിയല്ലോ. വലിയോ സിഗരറ്റ് വീട്ടുകാരറിയാതെ പങ്കുപറ്റാനായി കുറെ കൂട്ടുകാരുണ്ടു വേറെ. കൊടുത്താൻ കഞ്ചാവല്ലോ സുഹൃത്താം നിഷ്ഠൂരനാം, വലിച്ചു രസിച്ചങ്ങു സുഖിച്ചു രമിച്ചല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ മോഷണം തുടങ്ങിയിലോ. കഞ്ചാവു വാങ്ങാൻ പണം ഇല്ലാതെ കഴിയുമോ. കൊടുത്താൻ ബ്രൗൺ ഷുഗർ സുഹൃത്തെന്ന പേരിൽ തുടങ്ങി കുത്തിവെപ്പ് ദിനത്തിൽ 6 വട്ടം. കൂട്ടിയേനല്ലോ അവൻ കഞ്ചാവിൻ കച്ചവടം. ആയല്ലോ അവൻ പിന്നെ പോലീസിൻ നോട്ടപ്പുള്ളി. പെട്ടെന്നു വന്നാനൊരു അറസ്റ്റ് വാറന്റ്. അപ്പോൾ നാട്ടിലോ നിൽക്കാനപ്പോൾ പറ്റാത്ത അവസ്ഥയും. അമ്മയോ പ്രസവിച്ചു, ബ്ലീഡിങ്ങും ഉണ്ടായല്ലോ. കൺമണിയായ ഒരു കുഞ്ഞനുജത്തിയുണ്ടായി. അച്ഛനോ പണം കൊടുത്തയച്ചാൻ രക്തം വാങ്ങാൻ. അവനോ ഉപയോഗിച്ചു ബ്രൗൺ ഷുഗർ കുത്തിവെക്കാൻ. അച്ഛൻ്റെ ദയനീയ ഭാവത്തെ അവനപ്പോൾ ഒട്ടുമേ മറക്കുവാൻ കഴിയുന്നില്ലെന്നും പിന്നെ. അപ്പോഴോ അവൻ താനെ തീരുമാനിച്ചു പിന്നെ പോലീസിൻ ഭയത്താലെ നാട്ടിൽ നിന്നോടാമെന്ന്. അതിനു വേണ്ടി അവൻ കുഞ്ഞനുജത്തിയുടെ മാലയോ മോഷ്ടിച്ചല്ലോ ഉറങ്ങിക്കിടക്കുമ്പോൾ. ജീവിച്ചു അവൻ പിന്നെ പെറുക്കി കുപ്പി പാട്ട. തൂക്കമോ കുറഞ്ഞല്ലോ, പകുതി ആയിപ്പോയി. തുടങ്ങി ഭിക്ഷാടനം, കയ്യിലോ വടുക്കൾ താൻ. കുത്തിവയ്പ്പിന്റെ ഫലം ദുർബലം ശരീരവും. ദുർബല ശരീരത്തിൽ വന്നല്ലോ മലേറിയ. നേരിട്ടു മുഖാമുഖം മരണം 3 വട്ടം. കൂട്ടായ്മ പ്രവർത്തകർ നാർക്കോട്ടിക് അനോണിമസ് കൊടുത്തു മനോബലം ലഹരി ചികിത്സയും. മന്ത്രമോ കൊടുത്തല്ലോ നാർക്കോട്ടിക് പ്രവർത്തകർ. ഈ ദിനം ലഹരിയില്ലാതെ നീ ജീവിക്കുക. കഴിഞ്ഞു 90 നാൾ വിജയപ്രദമായി. അറിഞ്ഞു അവനപ്പോൾ മുന്നമേ രോഗിയെന്ന്. തുടങ്ങി സംരംഭമാം ടെക്സ്റ്റൈൽ മേഖലയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നല്ലോ. അവൻ്റെ വിവാഹവും കഴിഞ്ഞുവല്ലോ പിന്നെ. കുഞ്ഞുങ്ങൾ 3 ഉണ്ടായി, വീടുമൊരെണ്ണം വെച്ചു. ലഹരിക്കടിമകളായിട്ടുള്ള മനുഷ്യരെ രക്ഷിക്കാനായിട്ടവൻ പ്രയത്നം ചെയ്തിടുന്നു.